അച്ഛൻ മരിച്ചാൽ വിഷമമുണ്ടാകും. പാർട്ടി ഏതായാലും മുഖ്യമന്ത്രി വരുമ്പോൾ ഒന്ന് എണീറ്റ് നിന്ന് കൈ കൊടുക്കാം. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഒരിക്കലും യോജിക്കുന്നില്ല. അത് അവൻ്റെ വേണ്ടപ്പെട്ടവരാരെങ്കിലും എഴുതിയ കമൻ്റ് ഇട്ട ആളുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എണീറ്റ് കൈ കൊടുത്താൽ മതി. എല്ലാവരും അങ്ങനെ കൈ കൊടുക്കേണ്ട കാര്യമില്ല. പൊതുവേ മുഖ്യമന്ത്രിക്ക് ഒരു ചീത്തപ്പേരുണ്ട്, രാജാവ് എന്നതിന് കേരള കിങ് ജോങ് ഉൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രീതിയുണ്ട്. അപ്പോൾ മറ്റേ കിങ് ജോങ് ഉൻ, ഉത്തര കൊറിയയിലെ കിങ് ജോങ് ഉൻ വരുമ്പോൾ എല്ലാവരും എണീറ്റ് നിന്ന് കൈയൊക്കെ അടിക്കണം, നല്ല ശക്തി കൈയടിക്കണം, എണീറ്റ് നിൽക്കണം. അതൊക്കെ അവിടുത്തെ നിയമമാണ്. പക്ഷേ ഇവിടുത്തെ അങ്ങനെ നിയമമില്ല. കാരണം ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന വേറെ എന്തെങ്കിലും ഒരു ചടങ്ങിലൊക്കെ ആണെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി വരുമ്പോൾ തന്നെ എണീറ്റ് നിൽക്കാതെയോ കൈ കൊടുക്കാതെ മൈൻഡ് ചെയ്തിരുന്നാൽ അതിനൊരു ചോദിക്കുന്നതിന് ന്യായമുണ്ട്. പക്ഷേ ഇത് മരണ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് മരിച്ചത്. അച്ഛൻ മരിച്ച ആ മാതിരി തകർന്നിരിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ ഉണ്ടല്ലോ ഈ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമോഷണലായിട്ട് കരയണത് ഈ ധ്യാൻ ശ്രീനിവാസനാണ്. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ധ്യാൻ ശ്രീനിവാസൻ പലപ്പോഴും അച്ഛനായിട്ട് ഉടക്കി പോയിട്ടുണ്ട്. ഒരു അത്ര നല്ല വിനീത് ശ്രീനിവാസൻ അത് ചിട്ടയില്ലാത്ത ജീവിതം പോലെയാണ്, ചിട്ടയുള്ള ജീവിതം പോലെയല്ല ധ്യാൻ ശ്രീനിവാസൻ വളർന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം തന്നെ ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അച്ഛനായിട്ട് ഉടക്കിയിട്ടുണ്ട്, അച്ഛനായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, രീതികളൊക്കെ ഉണ്ട് എന്നൊക്കെ. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പിണങ്ങി പോയിരുന്നിട്ടുണ്ട്. ഒരു ഏറ്റവും കൂടുതൽ അപ്പോൾ നമ്മൾ അതും കണ്ടിട്ടുള്ളതാണ്. ആ ഒരു വിവാഹ വേദിയിൽ വെച്ചിട്ട് എൻ്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ധ്യാനിൻ്റെ കല്യാണമാണെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രോളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എന്തൊക്കെ ഇരുന്നാലും ഇച്ചിരി അച്ഛനെ ഒരു വിഷമിപ്പിച്ചതിൻ്റെ ഒരു ദുഃഖം കൂടെയുണ്ട്. അതായിരിക്കും അദ്ദേഹം ഇമോഷണലായിട്ട് കരഞ്ഞത്. പക്ഷേ ധ്യാൻ ശ്രീനിവാസനെ പോലെ അങ്ങനെ അനുസരണയുള്ള ഒരു മോനായിട്ടായിരുന്നില്ല. അത് ലഹരിക്ക് അടിമയായിരുന്നു, അച്ഛനായിട്ട് പലവട്ടം ഉടക്കിയിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം ഇൻ്റർവ്യൂ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മരിച്ചു പോയപ്പോഴാണ് വളരെ ഒരു കുറ്റബോധത്തോടു കൂടിയും അപ്പം സ്വന്തം അച്ഛൻ മരിച്ചതിൻ്റെ വിഷമത്തോടും കൂടി അദ്ദേഹം അവിടെ ഇരിക്കണേ. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പുള്ളി മുഖ്യമന്ത്രി വരുമ്പോൾ അയ്യോ കണ്ണീര് പിടിച്ചു, അയ്യോ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് എണീറ്റ് വന്ന് കൈ കൊടുക്കണതല്ല. ഒരച്ഛൻ മരിച്ച വിഷമം, അച്ഛനും വലിയ ഇതൊന്നുമല്ല മുഖ്യമന്ത്രി. സ്വന്തം അച്ഛൻ മരിച്ച വലിയ ഇതൊന്നുമല്ല. പിന്നെ ഇത് രാജഭരണമല്ല, ജനാധിപത്യ. ഒരു അച്ഛൻ മരിച്ചു കഴിയുമ്പം തീർച്ചയായിട്ടും മകന് ആ ദുഃഖം ഉണ്ടാകും. ആ ദുഃഖം കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ കാണുമ്പോൾ എണീറ്റ് ഇങ്ങനെ സല്യൂട്ട് അടിക്കുന്ന ഒരു നിയമവുമില്ല. ഏതോ ഒരുത്തനാണ് കമൻ്റ് ഇട്ട, ഏതോ പാർട്ടി അനുഭാവിയാണ്, അവരുടെ വീട്ടിലൊക്കെ ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ പുള്ളി എണീറ്റ് നിന്ന് കൈ കൊടുത്തോട്ടെ, അല്ല എല്ലാവരും കൈ കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല.